അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഞങ്ങൾ ദാരിദ്ര്യം കൊണ്ട് പ്രയാസം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു, ആ സമയത്ത് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിച്ചു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലശേഷം ഞങ്ങൾ സമ്പന്നത കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. എന്ത് സമ്പന്നത കൊണ്ട് വിജയിച്ചു എന്നാണോ അദ്ദേഹം പറഞ്ഞത്? സമ്പന്നത കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. നമ്മിൽ പലർക്കും നഷ്ടപ്പെട്ടു പോയൊരു ബോധമാണ്. സമ്പന്നത എന്നത് വിജയമല്ല, മറിച്ച് ഫിത്നയാണ്, പരീക്ഷണമാണ്. ദാരിദ്ര്യം എന്നത് പരീക്ഷണമാണ്. എന്നാൽ ദുനിയാവിൻ്റെ ഈ ആളുകൾ, സത്യനിഷേധികൾ, അവർ സമ്പന്നത വിജയമായി കണ്ടതിനാൽ നാമും ഇതാ സക്സസിൻ്റെ മാനദണ്ഡം പണമായി മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മുടെ പുതുതലമുറയും ഇതാ പറയാൻ തുടങ്ങിയിരിക്കുന്നു, പണമാണ് പവർ, അല്ലെങ്കിൽ ടൈം ഈക്വൽ ടു മണി അഥവാ സമയമാണ് എന്തിനുള്ള ആയുധം അഥവാ എന്തിനുള്ള കാര്യം, സമ്പത്തുണ്ടാക്കാനുള്ള. ഓരോ സെക്കൻഡും ഈ ദുനിയാവിൽ എന്തിനാണ്? സമ്പത്തുണ്ടാക്കാനാണ് എന്ന ഇതുപോലുള്ള കായികകൾ നമ്മുടെ മുസ്ലിം മക്കളിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു. അതെ, സമ്പത്ത് അള്ളാഹു നിശ്ചയിച്ച ഇബാദത്തുകളിൽ ഒരു ഇബാദത്താണ് സമ്പത്ത് കൊണ്ട് ചെയ്യാനുള്ള ഇബാദത്തുകൾ. എന്നാൽ ജീവിത ലക്ഷ്യം അത് നീ പരീക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ അനുസരിക്കുമോ ധിക്കരിക്കുമോ എന്നതാണ്. അതുകൊണ്ട് സമ്പത്ത് എന്നതും ദാരിദ്ര്യം എന്നതും ഒരു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുക. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന ഒരു ദുആ, അല്ലാഹുവേ ഇന്നി അഊദു ബിക മിൻ ശർരി ഫിത്നത്തിൽ ഗിനാ വൽ ഫഖർ. അല്ലാഹുവേ, സമ്പത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഫിത്നയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. സമ്പത്തും ദാരിദ്ര്യവും രണ്ടും ഫിത്നയാണ്, പരീക്ഷണമാണ്. അതിൻ്റെ ഷർറിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദുആയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ യാഥാർത്ഥ്യം നാം മറന്നുകൂടാ. സമ്പത്താണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുമോ ധിക്കരിക്കുമോ എന്ന റബ്ബിൻ്റെ പരീക്ഷണത്തിന് വിധേയനാകാനുള്ള ചില കാര്യങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കി അവനെ അനുസരിച്ച് ജീവിക്കുന്നവരിൽ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ.